ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് SSLC സ്റ്റുഡൻസിന് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിളാണ്. അപ്പോൾ ഈ ടൈം ടേബിളിനെ കുറിച്ച് പലരും എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ പല പല വീഡിയോസിനും താഴെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ടൈം ടേബിളാണ്. അത് ഞാൻ എല്ലാ കമൻസൊന്നും വായിച്ച് വന്നിട്ടില്ല. ഞാൻ കാണുന്ന കമൻസിലൊക്കെ ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത് ടൈം ടേബിളെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഞാൻ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എങ്ങനെ പഠിക്കുന്നത്. ഞാൻ ബാക്കിയെല്ലാം സബ്ജക്ട്സിൻ്റെ 2 വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ അതെങ്ങനെയാണ് പറയുന്നത്. സാധാരണ ഞാൻ പ്രത്യേകിച്ച് ടിപ്സൊന്നും ഫോളോ ചെയ്തില്ല. പിന്നെ ബയോളജിക്ക് കുറേ പേര് ഞാൻ ക്ലാസ് കൂടി കാണാറുണ്ടായിരുന്നില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന വേണം, നല്ല കഷ്ടപ്പെട്ട് തന്നെ വേണം. പിന്നെ ബയോളജി നിങ്ങൾക്ക് ഇങ്ങനെ എക്സാമിൻ്റെ ക്ലാസ് കാണുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ കാണാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ +1 ചില ഡൗട്ടൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെ ക്ലാസ്സാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ശരിക്കും. പിന്നെ ഈ ടൈം ടേബിൾ കുറേ പേരുണ്ടാകും, ചിലരൊക്കെ രാത്രി ലേറ്റായിട്ട് ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഈ ടൈം ടേബിൾ അത്ര പറ്റുണ്ടാവില്ല. അപ്പോൾ സാധാരണ രാവിലെ എണീക്കും, അത്യാവശ്യം നേരത്തെ എണീക്കില്ലെങ്കിൽ നോർമൽ ഒരു 8 മണി 7 മണിക്കെങ്കിലും എണീക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ ഒരു 9 10 മണി അല്ലെങ്കിൽ 11 മണിക്ക് കിടക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഓക്കെ. അല്ലാതെ ലേറ്റ് നൈറ്റ് ഇരിക്കുന്നവർക്കൊക്കെ ഈ ടൈം ടേബിൾ പറ്റുന്നുണ്ടാവില്ല, അവർക്ക് എന്തായാലും പറ്റുന്നുണ്ടാവില്ല. അവർക്ക് ലേറ്റ് നൈറ്റ് പഠിക്കുന്നവരുടെ ഇഷ്ടം വെച്ചാൽ അവർ പകലൊന്നും പഠിക്കില്ല, രാത്രി ലേറ്റായിട്ട് കുറേ പെട്ടെന്നിരുന്ന് ക്രാം ചെയ്ത് പഠിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് സാധാരണ ഒരു കുട്ടിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിളാണ്. പിന്നെ ഞാൻ ഈ ടൈം ടേബിളാണ് ഫോളോ ചെയ്തത് ചോദിച്ചാൽ ഞാൻ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കോംപ്ലക്സ് ചെയ്യാതെ, അത്ര കോംപ്ലക്സ് ആയിട്ട് ടൈം ടേബിൾ അല്ല ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മാക്സിമം ഞാൻ മിനിമൈസ് ചെയ്തിട്ടുണ്ട്, ബുദ്ധിമുട്ട് കൂടാതെ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. പിന്നെ അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടാത്ത പേടിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാവും അത് ഇതെന്നൊക്കെ. നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് A+ കിട്ടും. ഞാനൊക്കെ ആണെങ്കിൽ ഇത്ര പോലും ഫോളോ ചെയ്തിട്ടില്ല. ഞാനൊക്കെ രാവിലെ ലേറ്റായിട്ട് എണീക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ രാത്രി ഇരിക്കും, എന്നാലും ഇടയിലൊക്കെ കുറേ ബ്രേക്കൊക്കെ എടുക്കുന്ന ആളാണ്, എന്നാലും എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ലാതെ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും പേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. അത്ര ഓരോരുത്തർ പറയും ഞാൻ 10 മണിക്കൂർ പഠിക്കും, 12 മണിക്കൂർ പഠിക്കും, ഞാൻ രാവിലെ ഇത്ര നേരത്തെ എണീറ്റ് ഞാൻ ലേറ്റായിട്ട് കിടക്കുക, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അത് അവർക്ക് പഠിച്ചെടുക്കാൻ ചിലപ്പോൾ സമയം വേണ്ടി വരും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റിയാണ്. അപ്പോൾ ചിലർക്കൊക്കെ വേഗം പഠിച്ചെടുക്കാൻ പറ്റും, ചിലർക്കൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ചിലർക്ക് വേഗം പഠിക്കുന്നുണ്ടാവും, എന്നിട്ട് അതിനനുസരിച്ച് മാർക്ക് കിട്ടുന്നുണ്ടാവും, നല്ല മാർക്ക് കിട്ടുന്നവരായിരിക്കും. ചിലർക്ക് വേഗം പഠിക്കും, പക്ഷെ മാർക്ക് കിട്ടില്ല, അവർ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. ചിലർക്ക് വേഗം പഠിച്ച് കഴിയും, ബാക്കിയുള്ള ടൈം അവർ വീണ്ടും ഇരുന്ന് റിവൈസ് ചെയ്യാനൊക്കെ എടുക്കും, എന്നിട്ടും അവർക്ക് മാർക്ക് കിട്ടില്ല. അത് അങ്ങനത്തെ ഒരു കാറ്റഗറി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് നേരത്തെ പഠിച്ചാലും ഒന്നും കിട്ടില്ല, ചിലർക്ക് നേരത്തെ പഠിച്ചാൽ വേഗം കിട്ടും, ചിലർക്ക് ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചാലും കിട്ടില്ല, ചിലർക്ക് ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചാൽ വേഗം കിട്ടും, എന്നാലും മറ്റുള്ളവരെക്കാട്ടും കൂടുതൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. അപ്പോൾ മറ്റുള്ളവരെ കണ്ട് ഇതാക്കേണ്ടതെന്ന് ആവശ്യമില്ല. പിന്നെ സമയമല്ല ഞാൻ പറയുന്നു, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഒരു ടൈം ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എത്ര നന്നായിട്ട് മനസ്സിലാക്കി ആ ടോപ്പിക്ക് പഠിച്ചു എന്നുള്ളതാണ് കാര്യം. അടുത്തത് 10:30 AM to 12 PM സ്റ്റഡി സെഷൻ 3 ആണ്. ടഫസ്റ്റ് ചാപ്റ്ററിന് നിങ്ങൾ പഠിക്കുക, 1.5 മണിക്കൂറുണ്ട്. ഇനി അടുത്തത് ആഫ്റ്റർനൂൺ സ്റ്റഡി സെഷനാണ്, 12 PM to 1 PM, 1 hour. ഇവിടെ ഞാൻ ടഫസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ചാപ്റ്റർ വലുതുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചാപ്റ്റർ കുഞ്ഞ് ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അത് സുഖമില്ല പഠിക്കാൻ, മടിയാണ് പഠിക്കാൻ, ടഫാണ്, അങ്ങനത്തെ ചാപ്റ്റർ വേണം നിങ്ങളിപ്പോൾ പഠിക്കാൻ, ആ ടൈം പഠിക്കാൻ. പിന്നെ 1 PM to 2 PM വീണ്ടും ഒരു 1 hour ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ടൈമാണ്. ബ്രേക്ക് നിങ്ങൾക്ക് വേറെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ. ഇനി 2 PM to 3 PM വീണ്ടും സ്റ്റഡി സെഷൻ 5 ആണ്. ഞാൻ ഇവിടെ മീഡിയം എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ടഫ് പഠിക്കാനൊക്കെ റെഡി ആണെങ്കിൽ നിങ്ങളത് പഠിച്ചോളൂ. ആദ്യത്തെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ടഫായിട്ടുള്ളത് പഠിക്കുന്നതാണ് നല്ലത്. പിന്നീട് നിങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും മീഡിയം ആയിട്ടുള്ളതാണ് പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസത്തിൻ്റെ എൻഡിലേക്ക് പോകുന്തോറും നമുക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ക്ഷീണിച്ച് വരും, പിന്നെ നമുക്ക് മടി കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ 4 PM to 6 PM വീണ്ടും ഈവനിങ് സ്നാക്ക്, ഫാമിലി ടൈം, അതൊക്കെയാണ്. ഫാമിലി ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 hours ബ്രേക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളൂ, നിങ്ങൾക്ക് ഫ്രഷപ്പ് ആവാനൊക്കെ എന്തൊക്കെയാ വെച്ചാൽ ചെയ്തോളൂ. ഈ നൈറ്റ് സ്റ്റഡി സെഷനാണ്, 6 PM to 7 PM സ്റ്റഡി സെഷൻ 7 ആയി. അപ്പോഴേക്കും 4 5 6 7 ആയി. അപ്പോൾ നമ്മൾ നൈറ്റ് എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ ഈസി ചാപ്റ്റേഴ്സ് എടുക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡേൻ്റെ എൻഡിലേക്ക് പോകുന്നതോറും നമ്മൾ മടുത്ത് മടി കൂടി വരും. പിന്നെ നമ്മുടെ സ്പീഡും ഓട്ടോമാറ്റിക്കലി കുറയും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, സ്പീഡ് കുറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ 6 PM to 7 PM സ്റ്റഡി സെഷൻ 7 ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. വീണ്ടും 1 hour സ്റ്റഡി സെഷൻ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. 8 AM to 9:30 PM
സ്റ്റഡി സെഷൻ 9 ആണ്. അത് ഞാൻ 1.5 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഏറ്റവും അവസാനം നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ടൈമൊക്കെ തെറ്റിയിട്ടുണ്ടാവും. പിന്നെ 5 മിനിറ്റ് ബ്രേക്ക് അതൊക്കെ കൂടിയിട്ടാണ് ഞാൻ 9:30 വരെ എന്ന് എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലരുടെ കറക്റ്റ് ടൈമിന് തീരുന്നു വെച്ചാലും ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള ചാപ്റ്ററാണ്, പക്ഷേ അത് കുറച്ച് വലിയ ചാപ്റ്ററാണ്. അങ്ങനെ പഠിക്കുന്ന ചാപ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ആദ്യം ഇട്ടോടെയെന്ന്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈകുന്നേരത്തെ സ്റ്റഡി സെഷൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മടിയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈസി ഉള്ളത് 2 തീർത്താൽ നമുക്ക് അത്രയും സമാധാനം. പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, ഇതുകൂടി തീർന്നാൽ കഴിഞ്ഞു, ഇതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു, അങ്ങനെ ഒരു മോട്ടിവേഷനിലിരുന്ന് ഇതുകൂടി പഠിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ഈ സ്റ്റഡി സെഷൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 10 hours നിങ്ങളൊരു ഡേ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ധാരാളമാണ്. പിന്നെ അഗെയിൻ ഇത് ടൈം ഡിപ്പെൻഡൻ്റ് അല്ല. നിങ്ങൾ ആ സമയം ആ ഉള്ളൊരു ടൈമിൽ നിങ്ങൾ എത്ര നന്നായി പഠിക്കുന്നോളെന്നല്ലാണ് കാര്യം. അപ്പോൾ നിങ്ങൾ ഇത്ര മണിക്കൂർ തന്നെ പഠിച്ചാലേ കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഉള്ള സമയം വൃത്തിയായി പഠിച്ചാൽ മതി. ഈ ടൈം ടേബിളാണോ ഫോളോ ചെയ്ത് ചോദിച്ചാൽ ഞാൻ ലേറ്റ് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഞാൻ രാവിലെ ഇങ്ങനെ നേരത്തെ എണീക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഞാൻ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം പോലും ഞാൻ നേരത്തെ എണീറ്റിട്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്തത് ടൈം ടേബിൾ. പിന്നെ ഇത്രയും പറഞ്ഞ് എനിക്ക് ഇത് കുറച്ച് കൂടുതലായിട്ടാണ് തോന്നിയത്. ഞാനൊന്നും എല്ലാ ദിവസവും ചിലപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്, പക്ഷേ എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്തിട്ടല്ല. അങ്ങനെ തലകുത്തി നിങ്ങൾ എല്ലാ ദിവസവും ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. പറ്റുന്നത്ര ദിവസം നിങ്ങൾ ഫോളോ ചെയ്യുക. ഇടയിലൊക്കെ മിസ്സായാലും ഒന്നും പഠിക്കാതിരിക്കരുത്, എന്നാലും മിസ്സായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ആ ടൈം നിങ്ങൾ നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മടുപ്പ് വരാതെ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം, നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റുള്ള കാര്യത്തിൽ നിങ്ങൾ ടൈം വയ്ക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എക്സാം കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് മടുപ്പ് വല്ലാതെ കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി എന്നാവും. അങ്ങനെ SSLC എക്സാം നിങ്ങൾക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയി മാറും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് വേണ്ട ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എന്തായാലും സ്പെൻഡ് ചെയ്യുക. നമുക്ക് സ്പെയർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈവനിങ് ഒക്കെ പുറത്ത് വാക്കിങ്ങിനൊക്കെ പോയിരുന്നു, ഉച്ചയ്ക്ക് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഇതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ മാർക്ക് വാങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉള്ള സമയം വൃത്തിയായി പഠിച്ചാൽ തന്നെ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് തന്നെയാണ് മടി പിടിക്കാതെ നിങ്ങൾ അത് സൂക്ഷിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ എക്സാം കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് മടി വന്ന് എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതി. നമ്മൾ അവസാനത്തെ എക്സാം നിങ്ങൾ ഉറപ്പിന്ന് വരും. പറഞ്ഞാൽ നിങ്ങൾ ആ ഉള്ള ദിവസങ്ങൾ ചിലപ്പോൾ പഠിക്കാതെ മതി എന്നുള്ള അല്ലെങ്കിൽ സ്പീഡ് കിട്ടാതെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റാതെ ഒക്കെ പോയിന്ന് വരും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് മടുപ്പ് വരാതെ നോക്കുക. നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് മോട്ടിവേഷൻ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് പറഞ്ഞാൽ ചിലർക്ക് പല മോട്ടിവേഷൻ സോങ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലരുടെ ബയോഗ്രഫി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും, അവരുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടാവും. ഇല്ലെങ്കിൽ ചിലവർ ഇങ്ങനത്തെ ഡ്രാമാസ് ഒക്കെ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഡ്രാമാസിൽ സ്റ്റഡി ക്ലിപ്സ് ഒക്കെ ഉണ്ടാവും, അവരുടെ മോട്ടിവേഷൻ സോങ്സ് ഒക്കെ വെച്ചിട്ട് അത് ചെയ്യുന്നവരായിരിക്കും. അല്ലെങ്കിൽ ചിലർ സ്റ്റഡി മോട്ടിവേഷൻ തന്നെ ഇങ്ങനെ ഡ്രാമാസ് കാണുന്നവരായിരിക്കും. പക്ഷെ അതൊക്കെ ഇരുന്ന് കാണണം എന്നല്ല. ഇടയിലിടയിൽ നിങ്ങൾക്ക് മടുപ്പ് വരുമ്പോൾ നിങ്ങൾ പോയി കണ്ടോളൂ. അതും ഡ്രാമാസ് പോയി കാണണം എന്നല്ല. അത് 1 hour ഇരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ ഇരുന്ന് കാണുക, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ കാണുന്നവരാണെങ്കിൽ അതിൻ്റെ ചില ഭാഗം മാത്രം, ഞാൻ ഡ്രാമ കാണാമെന്നും പറയില്ല. ഞാൻ അങ്ങനെ ഡ്രാമ ക്ലിപ്സ് ഒക്കെ ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, സ്റ്റഡി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളത്. അതൊക്കെ കാണുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കാണാതിരുന്നിട്ട് വേറെ റീൽസിലേക്കൊന്നും കിടക്കരുത്. നിങ്ങൾ എന്തുണ്ടായാലും റീൽസിൻ്റെ സെക്ഷനിലേക്ക് പോകരുത്. വീഡിയോസ് ആയിട്ടുണ്ടാവില്ല, ആ ഭാഗത്തേക്ക് പോയാൽ മതി. അതിൻ്റെ ആ ഒരു 4 മിനിറ്റ് കറക്റ്റ് ടൈം വയ്ക്കുക. ആ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും പഠിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മെഷേഴ്സിന് അതൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.